പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹസാന്ത്വനം ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യയായി, ഉഷസ്സായി, 29-ാം ദിവസം. ജെറമിയായുടെ ഗ്രന്ഥം 1-ാം അധ്യായം 5-8 മുതൽ 10 വരെയും ഉള്ള തിരുവചനങ്ങൾ. മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശദീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. നീ അവരെ ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്. കർത്താവാണ് ഇത് പറയുന്നത്. അനന്തരം കർത്താവ് കൈനീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളിച്ചെയ്തു, ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹിതരെ, മാതാവിൻ്റെ ഉദരത്തിൽ രൂപം കൊള്ളുന്നതിന് മുൻപ് നമ്മെ അറിഞ്ഞ ദൈവം, അപ്പോൾ ദൈവമാണ് നമ്മുടെ ജന്മദിനം ആദ്യം അറിഞ്ഞത്. ദൈവത്തിന് മാത്രമാണ് നമ്മുടെ ജന്മദിനം അറിയാൻ സാധിക്കുന്നത്. ആ ദൈവമാണ് നമ്മളെ വിശുദ്ധീകരിച്ച് വിളിച്ചിരിക്കുക. അതുകൊണ്ട് ആ ദൈവം നമ്മോട് പറയുന്നു, നീ ഭയപ്പെടരുത്, നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട് എന്ന് നമ്മുടെ കർത്താവ് നമുക്ക് ഉറപ്പ് തരികയാണ്. ഈ ലോക ജീവിതത്തിൽ ഭയം മൂലം മനുഷ്യൻ പല പ്രാവശ്യം മരിക്കുന്നു. എന്നാൽ ദൈവമക്കൾ ഭയപ്പെടാൻ പാടില്ല എന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ലോക ജീവിതത്തിൽ ദൈവത്തിൻ്റെ വേല ചെയ്യാൻ ദൈവം നമ്മളെ രൂപപ്പെടുത്തിയിരിക്കുന്നു. അവിടുത്തെ പദ്ധതിയിൽ അവിസ്മയനീയമായ വിധം നമ്മൾ ഉണ്ടായിരുന്നുവെന്ന് അവിടുന്ന് വചനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മളായിരിക്കുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുണ്ട്. സങ്കീർത്തകൻ പറയുന്നത് പോലെ ദൈവത്തിന് നമ്മളെക്കുറിച്ച് വിചാരമുണ്ട്. സങ്കീർത്തകൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന്? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് അത്രേ എനിക്ക് സഹായം ലഭിക്കുന്നത്. നമ്മെക്കുറിച്ച് വിചാരമുള്ള ഒരു ദൈവത്തിൻ്റെ മനസ്സിൽ രൂപപ്പെടാനുള്ള കൃപ ലഭിച്ചു എന്നതാണ് നമ്മെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്. അനുഗ്രഹം എന്നതിനേക്കാൾ അനുഗ്രഹദാതാവിൻ്റെ ഉള്ളിൽ നമ്മളെന്നും ജീവിക്കുന്നു എന്ന് ഓർത്ത് സന്തോഷിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ആ അനുഗ്രഹം നമ്മളിൽ എന്നും നിലനിൽക്കും. ആ ദൈവകൃപ നമ്മളിൽ എന്നും അഭിഷേകമായി ജീവിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ മനസ്സിൽ നമ്മളുണ്ട് എന്ന് വചനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മെ അറിയുന്ന ദൈവം, കുറവുകളും നമ്മുടെ നിറവുകളും നമ്മുടെ കഴിവും നമ്മുടെ കഴിവുകേടുകളും നമ്മുടെ ഇല്ലായ്മകളും നമ്മുടെ പോരായ്മകളും അറിയുന്ന ദൈവം നമ്മെ കൈപിടിച്ച് നടത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് എന്നെ അറിഞ്ഞ അങ്ങയുടെ സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. അങ്ങയുടെ കൃപയിൽ നിറയാൻ എന്നെ അനുവദിക്കണമേ. എൻ്റെ നാവിൽ അങ്ങ് നിക്ഷേപിച്ച വചനം എനിക്ക് അനുഭവം ആയിരിക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ വചനം എനിക്ക് വഴികാട്ടിയുമാകട്ടെ. ആമേൻ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.